അങ്ങനെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നു. അളിയ ഇങ്ങനത്തെ കളർഫുള്ള് വേറെ ഉണ്ടാ എങ്ങനെ നടന്നു കഴിഞ്ഞാ ടൂർ സ്റ്റാർട്ട് ചെയ്യണം. അതിനുമ്പ് എല്ലാരും കൂടെ ഒരു പ്രാർത്ഥന. അത് പണ്ടോട്ടില്ല. പുതിയ യൂട്യൂബ് ചാനലിന്റെ പേര് നമ്പറല്ലേ? ഇതിന്റെ 007 ആയി. അപ്പൊ ആ ചാനൽ ഫോളോ ചെയ്യട്ടാ. സാത്തിയുടെ ഫുട്ബോൾ ഗെയിമിംഗ് വീഡിയോസ് ആണോ? ഫുട്ബോൾ അല്ല, ഞാൻ എടുക്കുന്ന ചെണ്ടൊക്കെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ചവിട്ടൂട്ടോ. നമ്മുടെ ബ്ലോഗർമാരുടെ ഫാമിലി ഇതിപ്പോ മഞ്ഞ 5 പ്ലേറ്റ് കണ്ടിരും. നോക്കട്ടെ നോക്കട്ടെ. അളിയോടെ എത്തിയാ? ഇപ്പൊ നമ്മള് തൊടുപുഴയൊക്കെ കഴിഞ്ഞു. എവിടെ തൊടുപുഴ കഴിഞ്ഞു? വാഗമണില് ഈ 10 കിലോമീറ്റർ ഉള്ളു. 11 കിലോമീറ്റർ. ഇത് മറ്റേ സിനിമയില്ലേ, മറ്റേ ബോസ്, ഒരു ശിവാജിയുടെ മറ്റേ പടല്ലേ? ശിവാജി അല്ലേ? ശിവാജിയാണോ? ആ, മമ്മിയ സൈഡ് വെക്ക്. ആ വീഡിയോ കിട്ടിയിട്ടുണ്ട്. എനിക്കുണ്ട്. അളിയ 2-3 ഫോൺ. അതെ, ഭാര്യ ഇവിടെ ഉണ്ട്. കോഴിക്കോടാട്ടോ, കോഴിക്കോട് കണ്ട അളിയൻ. ഇതിലാരാ ചേച്ചി? ഇതുപോലെ കിട്ടിക്കുന്ന സാധനത്തിന്റെ ബുദ്ധിയും ഇതുപോലെ വെട്ടണം. അളിയ ചാടിച്ചാവാൻ പോണോ? അളിയ ഇങ്ങനെ എടുക്കുമ്പോ ഒരേ ട്രൗസറാണ്. 10 നല്ല അടിപൊളി സ്ഥലല്ലേ? തണുപ്പ് കുറവാ. മഞ്ഞ വീണ് മഞ്ഞന്റെ കൈ ഉളിക്കല്ല, കൈ ഷോൾഡർ ഇളകി മഞ്ഞ ഫ്രണ്ടിൽ ഇരിക്കുന്നു. പാവം. മഞ്ഞന്റെ മുഖത്ത് സ്ക്രാച്ച് വീണു. സ്മേര മാന്തി പൊളിച്ചു. ആ, ഇടയ്ക്ക് എന്താ പറ്റിയ? എന്താ പറ്റിയ? ആരെ മാന്തിയ? അവിടെ നോക്കണ്ട, അസുഖം വരും. ഞാൻ ചാച്ചനും വന്ന് 60 വയസ്സായിട്ട് മുടി നരച്ചിട്ടില്ല. ഇപ്പൊ നരച്ചു തുടങ്ങി. കൊറേ ഉണ്ട്, 4-5-6 ഉണ്ട്. ആ, നരച്ചേ. ഈ മമ്മിക്ക് സന്തോഷായി, മുടി നരച്ച്. എന്റെ നരച്ചുണ്ട്. എനിക്കുണ്ടായില്ല. എനിക്കിപ്പോ
ബുദ്ധി കിട്ടിയില്ല മമ്മിയുടെ. രശ്മേര മേക്കപ്പ് ചെയ്യുന്നു, സൺസ്ക്രീൻ. ഞാൻ പോത്തേക്ക് അടിക്കുന്നു ചോദിച്ചു. അതന്നെ ഓംലെറ്റ് ഉണ്ടാക്കിട്ട് ഇതിന് മൊത്തടിക്കട്ടോ 2 തവണ ഇപ്പൊ വയലൻസ്. ലിറ്റേ ഒരു വിശേഷം പറ, നിങ്ങളൊക്കെ പറ. ഗ്ലാസ് ബ്രിഡ്ജ് അതാണ്. കളിപ്പാട്ടം 45 kg വെയിറ്റ് ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആശിക്കുന്നിട്ട് വേണ്ട വീടാ. സൈക്കിൾ ലൈൻ ഡിറ്റ് ഈ സാധനം ചെയ്യണോ? ജെയിൻ സ്വിങ്. സ്മേര ചെയ്യണമെന്ന് പറഞ്ഞ അത് ഭയങ്കര ഫ്ലോപ്പ് സാധനമാണ്. ഇത് ഫ്രീ ഫോൾ അല്ലേ? വെറുതെ അതിലല്ലേ ശരിക്കും ഒരുമാതിരി ഒരു ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് വീണു. ഈ ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ആ മോളിൽ നിന്നില്ലേ, ആ മോളിൽ ജസ്റ്റ് താഴേക്ക്. നോർമലി അങ്ങനെയല്ലേ? ഇത് പേടിക്കുക എനിക്കിഷ്ടല്ല. എനിക്ക് ഊഞ്ഞാലാടുമ്പോ എനിക്ക് തലറങ്ങും. സിപ്ലൈൻ ചെയ്യുന്നുണ്ടോ? ഡിറ്റയുടെ ഫാൻസ് ചെയ്യുന്നുണ്ട്. ധൈര്യം കാണിക്കും മനു. ഷോ സ്പിരിറ്റ് കാണിച്ചാരാ? സ്പിരിറ്റ് അടിച്ചാൽ റിവേഴ്സാ ചക്ക. അവരോട് ചോദിക്കാം, പോയി വന്നിട്ട് ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. അയ്യച്ചവനോ വിളിച്ചാ വരും. അഞ്ചനുള്ള കൊച്ചവനോ 750 രൂപ ഒരാൾക്ക്. ഇപ്പൊ നമ്മള് ഏതൊരു സാധനം ഉണ്ട് അവിടെ കയറി നോക്കുന്നു. ഇവിടെ നല്ല ഫോഗാണോ എന്നിട്ട് പറയടി? ഫോഗ് എന്നല്ല പറയാം. എന്ത് ക്ലൗഡ്സാ? ആ ക്ലൗഡ്സ് വിഷം വെക്കാന്ന. ആര് ഫസ്റ്റ് എത്തുന്ന വേണ്ടട്ടാ. തുരുമ്പോക്കി ഇവിടെ ഒക്കെ തുരുമ്പോക്കി വീണ് കഴിഞ്ഞാലേ പപ്പയ്ക്ക് ഇതിന്റെ പെയിന്റിങ് കോൺട്രാക്ട് കൊടുത്താലോ? തണുപ്പുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ. കേറിക്കോ, പ്രശ്നമൊന്നുമില്ല. ദേ മമ്മി തന്നെ. മമ്മിയെ ചാറ്റന്നേ. ചാറ്റ താഴ്ച നോക്കിയല്ലേ, നല്ല വ്യൂ ആണ്ടോ. ഇവിടെ വരുന്നത് നല്ലതാണ്. നമ്മൾ താഴെ പോയിട്ട് ഈ വ്യൂവിനുള്ള കാശ് മേടിക്കുന്നത്. അടച്ചിട്ടില്ലല്ലേ? സെൻട്രൽ പോയിട്ട് അവിടെ കുറെ പിള്ളേർ ഡാൻസ് കളിക്കുന്നു. നമ്മളന്ന് കണ്ട അങ്ങനത്തെ സ്പീക്കർ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോ വണ്ടി വെക്കാം, കളിക്കാം. നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ നേരത്തെ കയറിയത് ആ സ്ഥലമാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എൻട്രി ഉള്ള സ്ഥലമാണ് ഇത്. പിന്നെ ഇത് കൂടെ കാറിന് ഇങ്ങനെ പോകാൻ പറ്റും, പക്ഷെ പോണില്ല. അപ്പോൾ നമുക്ക് ഏത് സ്ഥലം എന്ന് പറയാം? വാഗമൺ അഡ്വഞ്ചർ പാർക്ക്. ഓക്കെ, ബാ നമുക്ക് പോവാം. കോക്കനട്ടിൻ്റെ ഓരോരോ രൂപങ്ങൾ. ഫുൾ കോക്കനട്ട് എത്രയുണ്ട്? 550. അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിനൊക്കെ എത്രയാണോ?
പ്രതീക്ഷിക്കാൻ പറ്റും. നല്ല പൈസ 1000 ഉള്ളൂ അല്ലേ? ഇറങ്ങി മേടിച്ചാലോ വുഡൻ ഓൺലൈനിൽ. എങ്ങനെ ചേച്ചി കച്ചവടം ഉണ്ടോ? 5000. ഞങ്ങൾ ഇച്ചിരി നടന്നു വന്ന്. അപ്പൊ ഞാൻ പറയാന്ന് വെച്ചാൽ ഒന്നുകൂടെ റൈഡ് അടിച്ചിട്ട് തിരിച്ചു പോയാൽ ഞാൻ പറഞ്ഞു സാലഡ് എടുത്തിട്ട് അങ്ങനെ സാത്തി നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലമാണിത്. സാത്തിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു? യാശിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ ബിരിയാണി ഞാൻ ബീഫ് ബിരിയാണി കഴിച്ച. ഉള്ളിലൊടുക്കത്തെ ചൂട്, പുറത്തൊടുക്കത്തെ തണുപ്പ്. കൊച്ചി മൂന്ന് കുഞ്ഞിപ്പിള്ളേര് കറക്റ്റാണല്ലോ. എന്താ വ്ളോഗ് എന്തോ പറയണ്ടായിരുന്നല്ലോ? ഫുഡ് എങ്ങനെയുണ്ട്? ആനന്ദം. ഇതാണ് ആ കട, ആരും വരരുത്. പണി 100 അപ്പൊ അതെ നമ്മൾ റിസോർട്ടിൽ എത്തിയിരിക്കുന്നു. ഇതാണ് വാഗമൺ പാരഡൈസ്. റൂം എന്ന് പറയുന്നത് ഇവിടെ നട്ടിങ്ങനെ ഡേറ്റയ്ക്ക് രാത്രി അടിച്ച് കിണ്ടിയായിട്ട് നടക്കാനുള്ള സ്ഥലമായില്ലേ. പ്രൈവസി, കാട്, മല. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ വ്യൂ വരുന്നത് ഈ സൈഡിലെ വ്യൂ ഇങ്ങനെയാണ്. നല്ലൊരു പ്രീമിയം ഒരു വീട്ടിൽ താമസിക്കുന്ന ഫീല്. നൈസ്. ഇതാണ് സ്വിമ്മിങ് പൂൾ. സ്മാര എങ്ങനെയുണ്ട്? ഞങ്ങൾ നോർമൽ വരാറുള്ള സ്ഥലമാണ്. എന്ത് തണുപ്പട്ടാ? ഇത് സെക്കൻഡ് ഫ്ലോർ അല്ല, 3rd ഫ്ലോർ. തണുപ്പുണ്ട്. ഗുഡ്. അളിയ ബാർ എവിടെ? ഒരു ബെഡ്റൂമുള്ളോ? അതാ നമ്മളിവിടെ സെറ്റ് ആയിരിക്കുന്നുണ്ടിട്ടാ. എവിടെ? ആണോ? അത് ഞങ്ങൾക്ക് ഇഷ്യല്ല. ഇത്രേ അത് വേറെ സാധനങ്ങളാ. ഇതെല്ലാം സ്ട്രൈപ്സ് ഉണ്ട് പൊട്ടാ. ഇതാണ് നമ്മുടെ ഗെയിമിംഗ് പൂള്. അത് കഴിഞ്ഞാൽ ടോയ്ലറ്റ് വെക്കാം. ടോയ്ലറ്റ് വെക്കില്ലല്ലോ ഡിറ്റ്? ഇത് ജസ്റ്റ് ഇവിടെ ടോയ്ലറ്റ്. ഇവിടെ ഷവറില്ല, ടോയ്ലറ്റ് മാത്രം. ഷവർ ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചു. ഇവിടെ മുകളിലെ പൂള്, ക്യാരംസ്, ബാറ് ഇല്ലല്ലേ, ഫ്രിഡ്ജ്, ചെറിയ ഫ്രിഡ്ജ്. ഇതാണ് ബാറ് ശരിക്കും. ഇതാണ് കിച്ചണിലെ. നമുക്ക് വീട് ഇങ്ങനെ വേണ്ട മതിയാ? തണുപ്പുള്ള സ്ഥലത്ത് ഒരു വീട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് വേറെ മൂടുണ്ടല്ലേ. ഇനി നമുക്ക് അടുത്ത റൂം ദേ ഇവിടെ ഇരുന്ന്. അടിപൊളി സ്ഥലം.
അത് വേണ്ട വേണ്ട ഡിറ്റ വേണ്ട 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 ഡിറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, താഴെ നോക്കിയൊക്കെ കാണാം. എന്താ ഡിറ്റ അവിടെ ഇരിക്കാൻ പറ്റാത്ത? ഡിറ്റയ്ക്ക് ഇരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല, താഴെ നിന്ന് ആൾക്കാരുണ്ട്, അളീനൊക്കെ നോക്കും. മഞ്ഞ് ഇതിപ്പോ സെക്കൻഡ് ഫ്ലോർ ആണ്. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ കണ്ടതാണ്. ലഗേജ് ഒരുപാട്. ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറ്. വൈഫൈ ചോദിച്ചോ, പാസ്വേഡ് വെച്ചോ. ടേബിൾ നൈസായിട്ടല്ലേ, നല്ല സോഫ. ഇതൊരു ബാൽക്കണി. ഇവിടുന്ന് മുകളിലേക്ക് മതിലടി ഇതില് താഴേക്ക്. അപ്പൊ അവിടെ അപ്പൊ കള്ളം കൊണ്ട്. ഇവിടെ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്. പറല്ലേ, ഇതൊരു റൂമ്, കട്ടില്, TV, ഫാൻ ഇങ്ങനത്തെ ഉള്ള. AC ഉണ്ടല്ലേ, AC. ഇവിടെ AC ആവശ്യമില്ലല്ലോ, ഫാനുണ്ട്. അപ്പിടാൻ നിക്കണ വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാ വീഡിയോ. ടോയ്ലറ്റ് ഇങ്ങനെയാണ് ടോയ്ലറ്റ്. റെന്റ് എടുക്കുകയാണെങ്കിൽ സൂപ്പറല്ലേ റൂമ്, നല്ല ഏരിയ. ഒരുപാട് വീടുണ്ട്. ഡിറ്റ വീണുട്ടാ. ഡിറ്റ നല്ലൊരു വീഴ്ച വീണു, കുണ്ടി പോയി. ഡിറ്റയുടെ കുണ്ടി പോയി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ വീണു. ഇനി നമുക്ക് അടുത്ത റൂം. ഈ റൂം കണ്ടിട്ടുണ്ടോ? അടുത്ത ബെഡ്റൂം. ഇവിടെ ഞങ്ങൾ ഓൾറെഡി നമ്മുടെ സാധനങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട്. 3 ബക്കാടി. ഇനി ഇതൊക്കെ ഈ കസാരയൊക്കെ എത്ര വയസ്സായി? ഇവിടെ വ്യൂ ഉണ്ട്, നേരത്തെ കണ്ട വ്യൂ തന്നെയാണ്. ഇനി ഇവിടെ സെയിം വേറൊരു ബാൽക്കണി വ്യൂ. നൈസ് അല്ലേ? അപ്പൊ അടുത്ത റൂമിലേക്ക് പോണ്ടിട്ട് ഇനി 3rd ഫ്ലോർ, 3ാമത്തെ ഫ്ലോർ. ഇല്ല, 2ന്റെ ഞാൻ ഇട്ടൊന്നുമില്ല. അട്ടപ്പേടികൾ, അട്ടപ്പേടികൾ, അട്ടപ്പേടികൾ. നമ്മളിപ്പോ എവിടെ ഡിറ്റേ? മെഡോസ് കാണാൻ പറ്റണമെന്നോട്ടെ. മെഡോസ് പറഞ്ഞോ, കട്ട് ചെയ്യണ്ട. അല്ല ഡിറ്റ ഊതി നോക്കി, പുകന്നോട്ടെ. ആയിട്ടില്ല, ആയിട്ടില്ല. സ്മേര എങ്ങനെയുണ്ട്? കോടാ കോട. ഇവിടത്തെ വൈബൊക്കെ ഉണ്ട്. അടച്ച് 5:45 എക്സിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ നൈറ്റിലെ റിസോർട്ടിന്റെ വ്യൂ ആണ്. കൊച്ചു കൊച്ചു 6 മണിയായാ? 6:15 എന്നിട്ടുള്ള വ്യൂ നോക്കാം, കോടമഞ്ഞ്. അപ്പൊ നമ്മുടെ നൈറ്റിലെ പൂൾ വ്യൂ. ഗുഡ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോകാം. ഡിറ്റ ഇവിടെ നിന്നൊരു നല്ലൊരു വീഴ്ച. എവിടെ നിന്നൊരു വീണ് എന്നൊരു കാണിച്ച്. ഇവിടെ ഇരുന്നു. ഗുഡ്. എന്നിട്ട് ഞാൻ പിടിച്ചില്ല. വീണോണ്ടിരിക്കുന്ന ആളെ ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടുത്തെ വ്യൂ വേണ്ട. അപ്പൊ നമ്മള് ഇത് 3rd ഫ്ലോർ അല്ലേ? 3rd ഫ്ലോറിൽ പോകുന്നു. ഇങ്ങനെ ഇത് ഇതാണ് പൂള്. പിന്നെ ഇവിടെ ഒരു കട്ടിലുണ്ട്, പിന്നെ TV, മ്യൂസിക് സിസ്റ്റം, കിച്ചൺ. പിന്നെ ഇവിടുന്ന് നല്ല വ്യൂ ആണ്. നമ്മുടെ വണ്ടി ഇവിടെയാണ്. ഇത്ര താഴ്ചയുണ്ട് കേട്ടോ. അവിടെ ഒരു റിസോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊനെത്തി. ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഫുൾ വ്യൂ. നമ്മളെന്താ ഉദ്ദേശിക്കണേ? അപ്പിടാൻ മുട്ടെന്നാണോ?
യശുവിന് സ്വിമ്മിങ് എന്നിട്ട് ഇത് സാധനത്തിന്റെ പേര് പറയാ ബലൂണ ട്യൂബ് യശുവിന് ട്യൂബ് അത് ചൂടുള്ളാണോ സാധി ചൂടുള്ളാണോ ആളിയ പോയി കാല് പോയാ വൈകിട്ട് എടുക്കാൻ പറ്റില്ല വീട് എടുക്കാൻ നല്ലത് ഫോട്ടോ എടുക്കാം